മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെ തുടർന്ന് വരുന്ന വചനഭാഗങ്ങളില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട എന്നുള്ള വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തെ കൊല്ലാൻ കഴിവുള്ളവനെ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മളെ കൊല്ലാനായിട്ട് പിശാചിന് പറ്റും, അല്ലെങ്കിൽ ലോകത്തിന്റെ ശക്തികൾക്ക് പറ്റും. പക്ഷെ അവനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ ഒരു ശക്തിയെയും നമ്മൾ ഭയപ്പെടരുത്. ഈ ലോകത്തിൽ ഒരു ശക്തിയെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചാൽ മതി. കാരണം നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണുന്നവൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളുടെയും ഒരു കണക്ക് കർത്താവിന് ഉണ്ടെന്നായിരിക്കും അർത്ഥം. നമ്മുടെ പ്രവർത്തനങ്ങളുടെ കണക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളുടെ കണക്ക്, നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ദുരിതങ്ങളുടെ കണക്ക്, നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഇല്ലായ്മകളുടെ കണക്ക്, നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജീവിതത്തിന്റെ തകർച്ചകളുടെ കണക്ക് കർത്താവിന്റെ കയ്യിലുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ കണക്കും കർത്താവിന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ ജീവിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് മുഴുവനും ഉള്ളത് ആർക്കാ? കർത്താവ് ഈശോ മിശിഹായിക്കാം. നമ്മൾ ഭയപ്പെടുന്ന ആരെയാ? പിശാചിനെ, ലോകത്തെ, ലോകത്തിന്റെ വ്യക്തികളെ, ലോകത്തിലുള്ള ചില കാര്യങ്ങളെ നമ്മൾ ഭയപ്പെടുക. നമ്മൾ ഈ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിന്റെ ഒരു വ്യക്തികളെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിന്റെ ഒരു ശക്തിയെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ രോഗത്തെ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിലുള്ള കടബാധ്യതകളെ നമ്മൾ ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന തകർച്ചകളെ ഓർത്ത് നമ്മൾ ഭയപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. പിന്നെയോ, നമ്മുടെ ജീവിതത്തിന്റെ സകല കണക്കും സൂക്ഷിച്ചിരിക്കുന്ന കർത്താവ് ഈശോ മിശിഹായെ മാത്രം നമ്മൾ സ്നേഹിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും കണക്ക് വെച്ച് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ സ്നേഹിച്ചാൽ മതി. ഈ ലോകത്തിന്റെ ഒരു ശക്തിയെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കർത്താവിനെ നമ്മൾ സ്നേഹിച്ചാൽ മതി എന്ന വചനം പറയുക. നമ്മുടെ ജീവിതത്തില് രോഗം ഉണ്ടാകുമ്പോൾ, കഷ്ടതയുണ്ടാകുമ്പോൾ, തകർച്ചയുണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭയപ്പെടുത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. സ്നേഹിച്ചാൽ മതി കർത്താവിനെ. കാരണം അവനെ സ്നേഹിച്ച അവന്റെ കയ്യിൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്കുണ്ട്. അവൻ നമ്മളെ അനുഗ്രഹിച്ചോളും. നമ്മളെ അവൻ കൈവിടത്തില്ല. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവാ നമ്മുടെ കർത്താവ്. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഇവരുടെ ജീവിതത്തെ അങ്ങ് തുറണമേ ഈശോയെ. ഇവരുടെ കുടുംബങ്ങളെ തുറണമേ. ഇവരുടെ അധ്വാനങ്ങളെ തുറണമേ. ഇവർ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം നൽകണമേ, ഉന്നതി നൽകണമേ, സമാധാനവും ഐശ്വര്യവും ഇവർക്ക് നൽകണമേ. ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ള ഒരു അഭിഷേകവും കൃപയും ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ കുടുംബത്തിൽ നിന്ന്, ഇവരുടെ അധ്വാനങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും, പിശാചിന്റെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തികൾ നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.